കോഴിക്കോട് ജില്ലയിൽ കൊളത്തൂർ എന്ന സുഗ്രാമത്തിലാണ് അദ്വൈതാശ്രമം സ്ഥാപിതമാവുന്നത്. ആ ഗ്രാമത്തിനൊരു വിശേഷമുണ്ട്. അത് എത്രയോ മഹിമയുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു 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 ഗ്രാമമാണ്. ഇതൊരു ഊഹ ഭാഷയിൽ പറയല്ല, മറിച്ച് കൊളത്തൂരിൻ്റെ കേന്ദ്രസ്ഥാനം കൊളത്തൂർ ക്ഷേത്രമാണ്. കൊളത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രം, കൊളത്തൂരപ്പൻ എന്നാണ് പ്രസിദ്ധൻ. അവിടെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ വലിയൊരു ശിലാലിഖിതമുണ്ട്. നിങ്ങളെല്ലാവരും വരണം, കാണണം. ആ ശിലാലിഖിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ പ്രൊഫസർ ഡോക്ടർ MGS നാരായണൻജി, പ്രൊഫസർ ഡോക്ടർ MR രാഘവാര്യർ, അന്ന് ഡോക്ടർ രാഘവാര്യർ MGS നാരായണൻ്റെ ജൂനിയറായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അവരിതിനെപ്പറ്റി മനസ്സിലാക്കി വിശദമായി പ്രഗത്ഭന്മാരുടെ ഒരു സംഘം പഠനം നടത്തി. അതിൽ ഇന്നേക്ക് 1100ഓളം വർഷത്തിന് മുമ്പ്, ആ സമയത്ത് 1000 വർഷങ്ങൾക്ക് മുമ്പ് വേണാട്ടടികൾ അവിടെ സന്ദർശിച്ച് വഴിപാടുകൾ ചെയ്ത വിവരമാണ് വട്ടെഴുത്തിൽ ഉള്ളത്. അപ്പോൾ സമുദ്ര മാർഗേണ പോയാൽ പോലും 300-ലേറെ കിലോമീറ്റർ ദൂരമുള്ള വേണാട്ടിലെ രാജാവ് ഇവിടെ വന്ന് വഴിപാട് ചെയ്യണമെങ്കിൽ അക്കാലത്ത് എത്ര പ്രസിദ്ധമായിരിക്കണം? അത്ര പ്രസിദ്ധമാകണമെങ്കിൽ എത്ര വൈദിക മഹിമ ഉണ്ടായിരിക്കണം? അത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. എത്ര മഹാപുരുഷന്മാർ അവിടെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും, എത്ര വേദപാരായണങ്ങളും വേദപഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. ഒക്കെ നമുക്ക് ബുദ്ധിപൂർവ്വം ആലോചിച്ചാൽ മനസ്സിലാവും. ഏതായാലും കാലാന്തരത്തിൽ അതൊക്കെ ലുപ്തമായി ക്ഷേത്രം തന്നെ തകർന്നു, ക്ഷയിച്ചു, തീർത്തും ജീർണിതമായി. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവിടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ആഗമനം ഉണ്ടായി. നമ്മുടെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ വളരെയധികം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് കാരണക്കാരനായിരുന്ന കൈലാസാനന്ദ സ്വാമികളാണ് അവിടെ ആദ്യം എത്തിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര നവീകരണം ആരംഭിച്ചു. പിന്നീട് മറ്റൊരു മഹാത്മാവ് വന്നു. ഈ കൈലാസാനന്ദ സ്വാമികളുടെ ശൈലി, ഒരു സ്ഥലത്ത് വന്ന് ഒച്ചത്തിൽ നാമം ജപിക്കും, ജനങ്ങൾ ഒത്തുകൂടി ആ ക്ഷേത്രം നവീകരിക്കേണ്ടതിനെ കുറിച്ചൊരു സങ്കല്പം സമൂഹത്തിന് നൽകും. സമൂഹം അത് ഏറ്റെടുത്ത് സ്ഥലം വിടും, വേറെ സ്ഥലത്തേക്ക് പോകും. അവിടെ ഇത് തന്നെ ചെയ്യും, അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി. തിരുവങ്ങൂര് നരസിംഹ പാർത്ഥസാരഥി ക്ഷേത്രം, അത് കഴിഞ്ഞ് തോരായി ശ്രീകൃഷ്ണ ക്ഷേത്രം, അവിടുന്നാണ് അദ്ദേഹം കൊളത്തൂരിലേക്ക് എത്തുന്നത്. അവിടുന്ന് പിന്നെ നന്മണ്ട നഞ്ചുണ്ടേശ്വര ക്ഷേത്രത്തിലേക്ക്, തളി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അങ്ങ് പോവുക ചെയ്തത്. അനന്തരം 1966 നമ്മുടെ വടക്കൻ കേരളത്തിൽ ഏറ്റവും അധികം ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് നേതൃത്വം കൊടുത്ത ഗുരുവരാനന്ദ സ്വാമികൾ എത്തിപ്പെട്ടു. ഗുരുവരാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര നവീകരണവും നാടിൻ്റെ പുനരുദ്ധാരണവും നടന്നത്. ആ നാട്ടിലേക്ക് വേണ്ട ഭൗതിക സൗകര്യങ്ങളൊക്കെ സ്വാമിജി ഒരുക്കി വെച്ചു. ജനങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തത്തോടു കൂടി, ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആ മഹാപുരുഷൻ അതെല്ലാം ചെയ്തു. 1981 അദ്ദേഹത്തിൻ്റെ ശരീരം ശാന്തമായി. നമ്മൾ അവിടെ എതിർച്ചയ എത്തിപ്പെടുന്നത് 1990 90 ജൂലൈ മാസത്തിൽ. അങ്ങനെ അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് താമസിച്ചു പോന്നു. ആ സമയത്താണ് കൊളത്തൂരിൽ
ധാർമ്മിക പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വലിയ സഹയോഗം ചെയ്തിരുന്ന ശ്രീ മംഗലശ്ശേരി നാരായണസ്വാമി എന്നുള്ള വലിയൊരു മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള വ്യക്തി, അദ്ദേഹം സാമ്പ്രദായികമായി ആശ്രമം സ്ഥാപിക്കാൻ വേണ്ടി ഒരു സ്ഥലം സമർപ്പിക്കുന്നത്. അങ്ങനെയാണ് 1992 സാമ്പ്രദായികമായി ആശ്രമം നടത്താൻ വേണ്ടി അവിടെ അദ്വൈതാശ്രമം ശ്രീ വല്ലോറക്കാവ് ക്ഷേത്രത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ മംഗലശ്ശേരി നാരായണസ്വാമിയെ ഓർമ്മിക്കുകയാണ്. ആ മഹാത്മാവിൻ്റെ വലിയൊരു വീക്ഷണം, വലിയൊരു സങ്കല്പം, അതിനെ നമിക്കുകയാണ്. ആ വർഷം തൊട്ട് ആധ്യാത്മിക അന്തര്യോഗങ്ങൾ, വേദാന്ത ക്ലാസ്സുകൾ ഒക്കെ ആരംഭിച്ചു. അങ്ങനെ തുടർന്നു പോരുന്നു. ഇപ്പോഴും എല്ലാ മാസവും അവസാന ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ വേദാന്ത ക്ലാസ് ഉണ്ട്. ഡിസംബർ 23 മുതൽ ഒരാഴ്ചക്കാലം ആധ്യാത്മിക അന്തര്യോഗമുണ്ട്. ഗുരുപൂർണിമ മുതൽ 8 ദിവസം ഉപനിഷത്ത് വിചാരസത്രമുണ്ട്. നവരാത്രിക്ക് പ്രഥമ ഉദയം മുതൽ ദശമി ഉദയം വരെ അഖണ്ഡ നാമജപ യജ്ഞമുണ്ട്. എല്ലാ അമാവാസിക്കും പൗർണമാസിക്കും ഉദയം മുതൽ അസ്തമയം വരെ നാമജപമുണ്ട്. സഹസ്രനാമ ജപം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ഇവ മാറി മാറി ജപിക്കും. ഇത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ദീർഘകാല വേദാന്ത പഠന പദ്ധതികൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പഠനം നടക്കുന്ന കാലമാണ്. ഒരു 4 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പഠന പദ്ധതിയാണ്. ഇപ്പോൾ വ്യാകരണമാണ് പഠിക്കുന്നത്. വ്യാകരണം കഴിഞ്ഞാൽ വേദാന്തത്തിലേക്ക് പോകും. അങ്ങനെ ആശ്രമ പ്രവർത്തനം വേദാന്തത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് കുറച്ചുകൂടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന അനിവാര്യത, വർത്തമാനകാലത്തെ നിയമങ്ങളുടെയും മറ്റും പല പ്രായോഗികതകളെല്ലാം കണക്കിലെടുത്ത് ഒരു ട്രസ്റ്റ് ആരംഭിക്കുന്നത്. അതാണ് ശ്രീ ശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്വാമി ചിദാനന്ദപുരിയാണ് അതിൻ്റെ മാനേജിങ് ട്രസ്റ്റി. ആശ്രമത്തിൽ അവിടെ ദീക്ഷ സ്വീകരിച്ച 11 പേര് സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. 8 പേര് ബ്രഹ്മചര്യ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ. ആ കൂട്ടത്തിൽ സീനിയർ ആയിട്ടുള്ളത് സ്വാമിനി ശിവാനന്ദപുരിയാണ്. സ്വാമിനി ശിവാനന്ദപുരിയാണ് അതിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്വാമി സത്യാനന്ദപുരി അതിൻ്റെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നു. അദ്വൈതാശ്രമത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അതിൻ്റെ അംഗങ്ങളാണ്. ആ രീതിയിലാണ് അതിൻ്റെ ഒരു ലീഗൽ ഫോം. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ പല സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. കൊളത്തൂരിൽ പ്രധാനമായിട്ട് ശ്രീ ശങ്കര വിദ്യാമന്ദിരം. നമുക്കിതുവരെ CBSEക്ക് പോകാനുള്ള ഗവൺമെൻറ്റിൻ്റെ NOC കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും NIOSൻ്റെ സ്കീം അനുസരിച്ചാണ് പോണത്. പക്ഷെ ജനവിശ്വാസം കൊണ്ട് ധാരാളം മക്കൾ അവിടെ വന്ന് പഠിക്കുന്നുണ്ട്. 7ാം ക്ലാസ് വരെയാണ് ഇപ്പോൾ ഉള്ളത്. 480ഓളം മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. നല്ല നിലയ്ക്ക് അത് പോകുന്നു. പിന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ആരോരും നോക്കാനില്ലാത്ത, സമൂഹത്തിൻ്റെ ശ്രദ്ധ അർഹിക്കുന്ന, നമ്മുടെ വളരെ പ്രായമുള്ള മുത്തശ്ശന്മാർക്ക് വേണ്ടി ഒരു കേന്ദ്രമുണ്ട്, ശ്രീ ശങ്കര വൃദ്ധസേവാ കേന്ദ്രം. അവിടെ ഇപ്പോൾ 15 പേരാണ് താമസിക്കുന്ന. 15 പേർക്കാണ് അവിടെ അംഗീകാരമുള്ളത്. ഉടനടി അത് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദിവസവും ആൾക്കാർ വളരെ വിഷമത്തോടു കൂടി ഞങ്ങൾക്കൊരു ചാൻസ് തരണേ, ഒന്ന് ഇടം തരണേ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. നിയമം പാലിക്കേണ്ടതുള്ളത് കൊണ്ട് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ വയ്യ. അതിൻ്റെ ഒരു നിലയുടെ പണി പൂർത്തിയാക്കിയാൽ ഇപ്പോൾ 15 എന്നുള്ളത് ഒരു 40 പേര് അനായാസേന താമസിക്കുന്ന സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരുടെയും മനസ്സുണ്ടായാൽ സുഖമായിട്ട് സാധിക്കും. പിന്നെ അവിടെ ആശ്രമത്തോടനുബന്ധിച്ചുള്ള അന്നക്ഷേത്രം, ഭക്തനിവാസ് എല്ലാം ഉണ്ട്.
ഈ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കുറേ വേദാന്ത പഠന കേന്ദ്രങ്ങളുണ്ട് ആശ്രമങ്ങളായിട്ട്. തിരുവനന്തപുരത്ത് തപോവനാശ്രമം ഇടയ്ക്കോടാണ്, പ്രാവച്ചമ്പലം അടുത്ത്. കൊല്ലത്ത് ശക്തിപാദ അദ്വൈതാശ്രമം കുഴിയം തെക്ക്. പാലക്കാട് മാത്തൂർ പഞ്ചായത്തിൽ ശ്രീ ശങ്കര അദ്വൈതാശ്രമം. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് അടുത്ത് കൊടശ്ശേരി ശ്രീ ശങ്കര സേവാശ്രമം. വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നരനാരായണ അദ്വൈതാശ്രമം. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ലക്ഷ്മി കൃഷ്ണ അദ്വൈതാശ്രമം. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് ശ്രീ ശങ്കരം സനാതന പഠന കേന്ദ്രം. കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ കുനിയിൽക്കാവ് റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ 700 മീറ്ററേ ഉള്ളൂ ശ്രീ ശാരദ അദ്വൈതാശ്രമം. മുമ്പ് ശാരദാ മഠമായിരുന്നു. ശാരദാ മഠം ട്രസ്റ്റിന് സമർപ്പിച്ചതാണ്. അതുപോലെ ഇവിടെ മാത്തറയിൽ ശാന്തിസുധ സേവാശ്രമം. നടുവണ്ണൂർ ഭഗവാൻ നിത്യാനന്ദ സ്വാമികളുടെ ജന്മസ്ഥലത്ത് സദ്ഗുരു നിത്യാനന്ദ ആശ്രമം. ഇത്രയുമാണ് കേരളത്തിൽ ഈ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ. ഇതിന് പുറമെ നമ്മുടെ ഗുരുസ്ഥാനമെന്ന് പറയാവുന്ന മാധവാനന്ദ ആശ്രമം ഗുജറാത്തിൽ മെഹമ്മദാബാദ് ഖേഡ ജില്ലയിൽ, അതും ഇപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. ഇത്രയും പ്രവർത്തനങ്ങൾ ഒത്തൊരുമിച്ച് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ക്ലാസ്സുകളുണ്ട്, മാസ ക്ലാസ്സുകളുണ്ട്, കുട്ടികൾക്കുള്ള ക്ലാസ്സുകളുണ്ട്, മുതിർന്നവർക്കുള്ളതുണ്ട്. അതുപോലെ ആശ്രമത്തിൽ നിന്ന് പ്രതിമാസം അദ്വൈതാശ്രമം സത്സംഗം എന്ന മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ വേദാന്തം, ധർമ്മശാസ്ത്രം, സംസ്കൃത ഭാഷ, കുട്ടികൾക്കുള്ള ധർമ്മപ്രബോധനം, വർത്തമാനകാലീന ഹൈന്ദവ സ്ഥിതി എല്ലാം വ്യക്തമായി നിർഭയം എഴുതുന്ന ഒരു മാസികയാണ്. അതിൻ്റെ വരിക്കാരും പ്രചാരകരും ഒക്കെ ആവണം നിങ്ങളെല്ലാവരും എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. നല്ലതാണ്. അതുകൂടാതെ ഒരു 60-ലധികം പുസ്തകങ്ങൾ അവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ലിസ്റ്റൊന്നും ഇപ്പോൾ പറയാൻ പോണില്ല. അതൊക്കെ നിങ്ങൾക്ക് അവിടെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. കുറച്ചെണ്ണമൊക്കെ സ്റ്റോക്കുണ്ട്, പലതും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. എങ്കിലും ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഈ ആശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. ഇതിൽ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ടുന്ന ചിലത് മാത്രം സൂചിപ്പിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഹൈന്ദവ സമൂഹത്തിൽ ധാരാളം സേവാപ്രവർത്തനം നടക്കുന്നുണ്ട്, വളരെയധികം. ഒന്നുമില്ലായിരുന്നു കുറച്ച് ദശകങ്ങൾക്ക് മുമ്പ്. എങ്കിലും പൊതുവെ കിടപ്പ് രോഗികൾക്ക് ഒന്ന് ശാന്തമായി മരിക്കാൻ, നാമം ജപിച്ച് മരിക്കാനുള്ള, ജീവിക്കാമെന്ന് പറയുന്നില്ല, കാരണം ജീവിതത്തിലേക്ക് തിരിച്ചു വരാത്തവരാണ്. ഇനി ശേഷിക്കുന്ന കാലം സമാധാനമായിട്ട് ജീവിക്കാൻ നമ്മുടെയൊക്കെ അവസാന സ്ഥിതി അത് തന്നെയാണല്ലോ. വേണ്ടതായ കേന്ദ്രങ്ങളില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് വളരെ വലിയൊരു ന്യൂനതയായി തന്നെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു പാലിയേറ്റീവ് സേവാ കേന്ദ്രം, മൊബൈൽ പാലിയേറ്റീവ് സേവാ കേന്ദ്രമല്ല, താമസിപ്പിച്ചൊരു 50 പേർക്കെങ്കിലും താമസിക്കാവുന്ന ഒരു സേവാകേന്ദ്രം ആരംഭിക്കണം എന്ന് സങ്കല്പിച്ചിട്ട് കാലം കുറേയായി. പക്ഷേ ആശ്രമത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അടുത്താൽ മനസ്സിലാവും, കാര്യങ്ങൾ അങ്ങനെ നടന്നു പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിഷയം കൊണ്ടാണ് അതൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ ഓരോ വർഷം കഴിയുന്തോറും അനിവാര്യത വർദ്ധിച്ച് വരികയാണ്. അത്രയധികം ക്ലേശങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ ഏത് മഹാകാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും.
അത് സൂചിപ്പിക്കുന്നു. വേറെയും പണികൾ കുറേ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയണില്ല. വിദ്യാലയത്തിൻ്റെ വികസനം അടിയന്തരാണ്. എങ്കിലും എല്ലാം ഭംഗിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ട്. പ്രത്യേകിച്ച് പുറമേന്ന് വന്നവർ, അവിടെയുള്ളവരെന്ന വ്യത്യാസമില്ലാതെ കൊളത്തൂരിലെ സജ്ജനങ്ങളുടെ ഒക്കെ ചർച്ച കൊണ്ട് ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് ആശ്രമത്തെക്കുറിച്ച് അല്പം പറയാൻ.